എത്ര മോശമായിട്ടാണ് ജനവിധിയെ CPM വിലയിരുത്തുന്നത്. CPMൻ്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്, എം മണി ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി ശാപ്പാട് കഴിച്ച് നൈമിഷികമായ വികാരത്തിൽ വോട്ട് ചെയ്തു. ഇതെല്ലാം വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ ഞങ്ങൾക്കിട്ട് വെച്ചു. ആരെങ്കിലും ചായ വാങ്ങിത്തന്നാൽ മര്യാദ കാണിക്കണം. ഇതാണ് മുതിർന്ന CPM നേതാക്കൾ, CPM നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്നല്ല ആർക്കും ഔദാര്യം കൊടുക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നാണ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അവരെന്തെങ്കിലും ക്ഷേമ പരിപാടികൾ നടത്തുന്നത്. ക്ഷേമ പരിപാടികൾ നടത്തിയ ആദ്യത്തെ ഗവൺമെൻറ് അല്ല ഇത്. ക്ഷേമ പരിപാടികളെ അട്ടിമറിച്ച ഗവൺമെൻറ്റാണ്. ഇവർ കേരളത്തിലെ സാമ്പത്തികമായി കേരളത്തിൻ്റെ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കിയ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ച ഗവൺമെൻറ്റാണ്. എന്നിട്ട് അവർ പറയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്താണ് ഇതെല്ലാം. എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമര്യാദയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്. തീർച്ചയായും കൂടുതൽ ജനങ്ങൾ വലിയ വിജയം നൽകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ കൂടുതൽ വിനയാനിതരായി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് വിജയിക്കുന്നവരുടെ ഉത്തരവാദിത്വം. തീർച്ചയായും ജനങ്ങൾ ഏൽപ്പിച്ച ഈ വിശ്വാസവും ഉത്തരവാദിത്വവും കൂടുതൽ ഭംഗിയായി കൂടുതൽ അവരുടെ പ്രതീക്ഷകളും വർദ്ധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തെ വളർത്തിയെടുക്കാൻ, ആ കേരളത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും UDF മുൻപന്തിയിലുണ്ടാവും. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും ടീം UDF. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ജനങ്ങൾ ആ മഹായുദ്ധത്തിന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ജനങ്ങൾ നൽകിയ ഇന്ധനമായി, ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങളിതിനെ കാണുന്നു. അടുത്ത മഹായുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണ് ഞങ്ങൾക്ക് തന്നത്. അതിന് ഞാൻ ഒരിക്കൽ കൂടി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടോടുകൂടിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ നെഗറ്റീവ് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയ മുന്നൊരുക്കം, ഞങ്ങൾ നടത്തിയ തയ്യാറെടുപ്പ്, ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരും ആവേശത്തോടു കൂടി എടുത്ത നടപടികൾ, അവർ നടത്തി പ്രവർത്തനം, അവർക്ക് കൂടി ഞാൻ ഈ വിജയം തീർച്ചയായും സമർപ്പിക്കുകയാണ്. ആ മുന്നൊരുക്കങ്ങളാണ്, കൃത്യമായ മുന്നൊരുക്കങ്ങളെയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അസംബ്ലിയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കഴിഞ്ഞ 4.5 വർഷമായി തുടർച്ചയായി വിജയിക്കുകയാണ് UDF. അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഇത് തന്നെയാണ്, വിജയരഹസ്യം. ആ തയ്യാറെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചു. വരാനിരിക്കുന്ന മാസങ്ങളിൽ അത് വളരെ ശക്തമാക്കും. സ്ഥാനാർത്ഥികൾക്കൊക്കെ നേരത്തെ ഉണ്ടാകും. അതിൻ്റെ എല്ലാം കൂടിയാലോചനകളും ചർച്ചകളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടായ നേതൃത്വമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, അത് ഓരോ ജില്ലകളിലും നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ കോർപ്പറേഷനിൽ ഞങ്ങളുടെ സീറ്റ് ഏകദേശം ഇരട്ടിയാക്കി. ഇവിടെ ഈ സീറ്റ് നിശ്ചയിച്ചതാരാ? ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്താരാ? എല്ലാം കോർപ്പറേഷനിൽ CPM നേതാക്കന്മാരെ ആണ് വന്നിരുന്നത്. CPM നേതാക്കന്മാരാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചത്, ഡീലിമിറ്റേഷനിൽ ക്രമക്കേട് കാണിച്ചത്. സംസ്ഥാനത്ത് ഉടനീളം ചെയ്തു. തിരുവനന്തപുരത്ത് അതെല്ലാം ചെയ്തു. BJPക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് CPM ചെയ്തത്. സംശയം എന്താ? പിന്നെ എല്ലാ ജില്ലകളിലും ജയിക്കുമോ? തിരുവനന്തപുരത്ത് നിങ്ങൾ അതേ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകളിലെ മാത്രമല്ലല്ലോ, കോർപ്പറേഷൻ മാത്രമല്ലല്ലോ, ജില്ലാ പഞ്ചായത്തിലെ ഒരു മിനി അസംബ്ലി നടക്കുന്ന പോലത്തെ തിരഞ്ഞെടുപ്പ് ഇവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഒപ്പത്തിനൊപ്പം ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒപ്പത്തിനൊപ്പം UDF നിൽക്കുകയാണ്, LDFൻ്റെ ഒപ്പം. തിരുവനന്തപുരത്ത് പരാജയം ഉണ്ടായെന്ന് അങ്ങേക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുക.
BJP ഒന്നും അല്ലല്ലോ, LDF UDF ഒപ്പത്തിനൊപ്പം നിൽക്കുക. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? വളരെ കുറച്ച് സീറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഈ വൻ വിജയം നേടി ഞങ്ങൾ തിരിച്ചു വരുന്നത്. കോർപ്പറേഷനിലും അതുപോലെ അതിലെല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി. ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലത്തൊക്കെ ഇരട്ടിയായി. നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് എണ്ണത്തിൻ്റെ ഇരട്ടിയായി. ഇപ്പോൾ കൊല്ലത്തൊക്കെ ഞങ്ങൾ സംഘടനാപരമായി കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഒക്കെ സംഘടനാപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങൾ തോറ്റിരുന്ന സ്ഥലങ്ങളാണ്. ആ കോഴിക്കോട് ഞങ്ങൾ കോർപ്പറേഷൻ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും CPM. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.